അഹമ്മദാബാദ് വിമാനാപകടം നടന്ന് ഒരു കൊല്ലത്തിന് ശേഷവും അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് 2 മാസം കൂടി വൈകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. എഞ്ചിൻ നിർമ്മാതാക്കളിൽ നിന്നുള്ള ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അഹമ്മദാബാദിലെ അപകടം നടന്ന ഈ സ്പോട്ടിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. ഒരു കറുത്ത രാത്രിയായിരുന്നു ഈ ദിവസം. അഹമ്മദാബാദിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു വിമാന അപകടമാണ് നമ്മൾ നേരിട്ട് ടെലിവിഷനിലൂടെ കണ്ടത്. പറയൂ. തീർച്ചയായും എസ്കെൻ, അന്ന് ഈ അപകടമുണ്ടായി ഉച്ചയോടെ നമ്മൾ വിവരം അറിയുന്നു. പിന്നീട് വൈകിട്ട് ഇവിടേക്ക് എത്തിയ, അതായത് ഗുജറാത്തിന് പുറത്ത് നിന്ന് അഹമ്മദാബാദിലേക്ക് അന്ന് ഈ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ ആദ്യത്തെ മാധ്യമ സംഘങ്ങളിൽ ഒന്ന് നമ്മുടേതായിരുന്നു. അങ്ങനെ നമ്മൾ അന്ന് ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നു, ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പരിസരത്തേക്ക് എത്തുന്നു. ഇവിടെ ആകെ കത്തി അമർന്ന നിലയിലായിരുന്നു, അവശിഷ്ടങ്ങൾ എങ്ങും ചിന്നി ചിതറിക്കിടക്കുന്ന അവസ്ഥ. പിന്നീട് കുറെ കഴിഞ്ഞാണ് എല്ലാവരെയും നിയന്ത്രിക്കുകയും ആളുകളെയൊക്കെ ഇവിടുന്ന് മാറ്റുകയും ഒക്കെ ചെയ്തത്. പിന്നീട് 2 ദിവസം നീണ്ട തെരച്ചിൽ, അതിനിടെ മൃതദേഹങ്ങൾ കിട്ടുന്നു, ശരീരഭാഗങ്ങൾ കിട്ടുന്നു, 2 ദിവസത്തിന് ശേഷം ബ്ലാക്ക് ബോക്സ് കിട്ടുന്നു. അങ്ങനെ ഒരു വലിയ ദുരന്തം നമ്മൾ നേരിട്ട് കണ്ടു. നിരവധി പേരുടെ മരണമൊക്കെ ഉണ്ടായി. പക്ഷെ എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് കാണാം, ഇവിടെ ഈ അപകടം നടന്ന ഇടത്തേക്ക് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ഇവിടെ അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും മറ്റുമൊക്കെയായി ഒത്തുകൂടുന്ന സമയമാണ്. ഇന്നിപ്പോൾ രാവിലെ ആകാശ് പട്നി എന്ന 14 വയസ്സുകാരൻ, അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഭക്ഷണവുമായി പോയ 14 വയസ്സുകാരനാണ്. അദ്ദേഹം ആ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തതാണ്. നമ്മൾ ഇന്നലെ ആ വീട്ടിൽ പോവുകയും അവരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഏതായാലും ഇങ്ങനെ കുടുംബാംഗങ്ങൾ എത്തുന്നു. പക്ഷേ ഈ ഇരകൾക്ക് യഥാർത്ഥത്തിൽ നീതി കിട്ടണമെങ്കിൽ എന്താണ് ഈ അപകട കാരണം എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരണം. നഷ്ടപരിഹാരം കൊണ്ട് മാത്രം തീർക്കാൻ കഴിയുന്ന ഒരു നഷ്ടമല്ല, ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുക കൂടി പ്രധാനമാണ്. അതുകൊണ്ടാണ് അന്തിമ റിപ്പോർട്ട് എവിടെ എന്ന ചോദ്യം. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ, 1 മാസത്തിനുള്ളിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അന്തിമ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിന് ഒരുപക്ഷെ 2 മാസം കൂടി കഴിയും എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്നോ നാളെയോ തന്നെ ഒരു പക്ഷേ പുറത്തു വന്നേക്കും എന്നതാണ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ നിന്ന് കിട്ടുന്ന ചില സൂചനകൾ. ജിഇക്ക്, അതായത് എഞ്ചിൻ നിർമ്മാതാക്കൾക്ക് ഈ എഞ്ചിൻ ഭാഗങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. അതിന്റെ കൂടി റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ ചില വിശദീകരണങ്ങളൊക്കെ വരികയും ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ 25-ാം തീയതി, ജൂൺ 25-ാം തീയതി തന്നെ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ അടക്കം ശേഖരിച്ചു കഴിഞ്ഞതാണ്. എന്നിട്ടും 1 വർഷം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ട് വേഗത്തിൽ പുറത്തിറക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ പല സംശയങ്ങൾ ഈ സാധാരണക്കാർക്ക്, ആളുകൾക്ക് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടെ തന്നെ പൈലറ്റിനെ കുറ്റക്കാരനാക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായി എന്നത് നമ്മൾ കണ്ടു. വാഷിംഗ്ടൺ ജേണൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ നിന്ന് അത്തരം ചില വിവരങ്ങൾ, അത്തരം ചില ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നത് കണ്ടു. പൈലറ്റ് ഇന്ധന സ്വിച്ച് ഓഫാക്കിയതാണ് എന്ന ആരോപണം. അതിനെ തുടർന്ന് സുമിത് സബർവാൾ എന്ന പൈലറ്റിന്റെ പിതാവ്, 91-കാരനായ പുഷ്കർ സബർവാളിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വരുന്നതും നമ്മൾ കണ്ടു. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.